വയനാട്ടിലേക്ക് എത്തിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കേരള ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതുകയാണ്. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ വയനാട്ടിൽ വന്ന് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹവും പ്രിയങ്ക ഗാന്ധിയും കോഴിക്കോട് ഗസ്റ്റ് ഹൗസ് പരിസരത്ത് നിന്ന് പുറപ്പെട്ടത്. വാഹനത്തിൽ വന്ന് റോഡ് വഴി വന്ന് കുറച്ചു നേരം പ്രവർത്തകരെ അല്ലെങ്കിൽ പുറത്തേക്കിറങ്ങി നാട്ടുകാരെ ഒന്ന് വിഷ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഹെലികോപ്റ്ററിനകത്തേക്ക് കയറിയത്. ഇപ്പോൾ വയനാട് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ ഇറങ്ങിയ ഇതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്കിറങ്ങും. പിന്നീട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ എന്നാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ കാണാനായി ദൂരെ നിന്നാണെങ്കിലും കാണാനായിട്ട് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി അതിൽ നിന്ന് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ആദ്യം രാഹുൽ ഗാന്ധിയും രണ്ടുപേരും വയനാടിൻ്റെ മണ്ണിൽ രണ്ടുപേരും വന്നിറങ്ങിയിരിക്കുന്നു. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കേരളത്തിൽ ആദ്യമായിട്ട് മത്സരിക്കുന്ന ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം വയനാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ അവിടെ സ്വീകരിക്കാനായിട്ട് നിരവധി ആയിട്ടുള്ള പ്രവർത്തകരും നേതാക്കളുമുണ്ട്. പ്രവർത്തകർ വളരെ ദൂരെയാണ്. പക്ഷേ അദ്ദേഹത്തെ ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെയും വഹിച്ചുള്ള വാഹനം കണ്ടതിൻ്റെ ആവേശം ഇവിടെ പോലും നമുക്ക് കേൾക്കാവുന്നതാണ്. അവിടെ നേതാക്കളുമായി സംസാരിക്കുകയാണ്. അവിടെയുള്ള നേതാക്കളെ എല്ലാവരെയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ അങ്ങോട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് പോവുക. ഇപ്പോൾ നമ്മൾ കാണുന്ന വയനാട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് സ്വാഭാവികമായിട്ടും രാഹുലും പ്രിയങ്കയും വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷാ കാർക്കശ്യത്തിന് നടുവിൽ പോലും നിരവധിയായിട്ടുള്ള നേതാക്കൾ അദ്ദേഹത്തെ കാണാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. വയനാട് ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ മാത്രമല്ല, ലതിക സുഭാഷിനെ അടക്കം അവിടെ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണാം. നിരവധി നേതാക്കൾ പലയിടങ്ങളിൽ നിന്നായിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുണ്ട്. അദ്ദേഹത്തെ മാലയിട്ടും മറ്റും സ്വീകരിക്കുകയാണ്. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ആ അർത്ഥത്തിൽ ഇത്. രാഹുൽ ഗാന്ധി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫാമിലിയിൽപ്പെട്ട അടുത്ത പ്രധാനമന്ത്രിയായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ നേതാവ്, രാഷ്ട്രീയ നേതാവ്, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കുടുംബത്തെ ഏറ്റവും ഇളമുറക്കാരൻ, കോൺഗ്രസ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ. അദ്ദേഹം കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു. ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്ന് കേരളത്തിൽ മത്സരിക്കുന്ന ആദ്യത്തെ ആളാണ് അദ്ദേഹം, രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവിന് സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. വലിയ ആവേശമാണ് സ്വാഭാവികമായിട്ടും വയനാട്ടുകാർക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. വയനാട് മാത്രമല്ല, കേരളത്തിലാകെ തന്നെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ഊർജ്ജം നൽകുന്ന രാഷ്ട്രീയ സാന്നിധ്യമാണ് രാഹുൽ ഗാന്ധിയുടേത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, വയനാടുകാർക്ക് ഇരട്ടി സന്തോഷമേകിക്കൊണ്ട്, വയനാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ഇരട്ടി സന്തോഷമേകിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലേക്ക്, വയനാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ രാഹുലും പ്രിയങ്കയും കോഴിക്കോട് എത്തിച്ചേർന്നിരുന്നു. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലായിരുന്നു ഇന്നലെ താമസം. അതിനുശേഷം ഇന്ന് രാവിലെയാണ് അല്പം മുമ്പാണ് അദ്ദേഹം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ നമ്മോടൊപ്പം വിനേഷ് കുമാർ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, വിശദാംശങ്ങൾ എന്താണ്? എത്രത്തോളം ആവേശകരമാണ് അദ്ദേഹത്തിൻ്റെ വരവിൽ ഈ അണികളുടെയും മറ്റും ആഹ്ലാദം? ഇപ്പോഴാണ് SKMJ മൈതാനത്ത് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങും. ശേഷം തുറന്ന വാഹനത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി കലക്ടറേറ്റിലേക്ക് യാത്രയാകും. കലക്ടറേറ്റിലേക്ക് ഇവിടെ നിന്ന് കേവലം 300 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതിനുശേഷമായിരിക്കും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തുറന്ന വാഹനത്തിനകത്തേക്ക് കയറിയിരിക്കുന്നു. ഈ വാഹനത്തിലാണ് രണ്ടുപേരും ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായിട്ട് കലക്ടറേറ്റിലേക്ക് പുറപ്പെടുക. അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. വയനാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ആകെ തന്നെയും രാഷ്ട്രീയ ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യമുള്ള നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷികളാകുന്നത്. രാഹുൽ ഗാന്ധി, ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരൻ, കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ. പ്രധാനമായിട്ടും കോൺഗ്രസിനകത്തെ ആളുകൾക്ക്, കോൺഗ്രസിൻ്റെ ഘടകകക്ഷികൾക്ക്, ഒപ്പം കേരളത്തിലെ അദ്ദേഹത്തെ എതിർക്കുന്ന രാഷ്ട്രീയ പക്ഷത്തിൽപ്പെട്ട ആളുകൾക്കടക്കം അത്യധികം പ്രാധാന്യമുള്ളത്, രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മത്സരിക്കാനെത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. രമേശ് ചെന്നിത്തലയെ നമുക്ക് കാണാം, ഇ ടി മുഹമ്മദ് ബഷീറിനെ നമുക്ക്
ആ ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി അദ്ദേഹത്തിൻ്റെ തുറന്ന വാഹനത്തിൽ കയറിയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയുമുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു വാഹനത്തിൽ കേരളത്തിൻ്റെ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നു എന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് അങ്ങേയറ്റം ആവേശകരമായിട്ടുള്ള ആവേശം നൽകുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടി കൂടെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടെ മുന്നിൽ നിന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാം പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇ ടി മുഹമ്മദ് ബഷീർ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വോട്ട് സ്വാധീനമുള്ള ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ നേതാക്കളടക്കം മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കളും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അടക്കം നേരത്തെ തന്നെ കോഴിക്കോട്ടും വയനാട്ടിലുമായി എത്തിച്ചേർന്നിരുന്നു. കോൺഗ്രസിൻ്റെ പറയേണ്ടതില്ല, സ്വാഭാവികമാണ്. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇന്നിപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് പുറപ്പെടുന്നേ ഉള്ളൂ. നിശ്ചയമായും കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കകത്താണ് ഈ രാഹുൽ ഗാന്ധിയുടെ വരവും മറ്റുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് ക്യാമറകൾക്ക് അടുത്തേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. നമുക്ക് പക്ഷേ കാണാം നിരവധിയായിട്ടുള്ള ആളുകളാണ്, ആയിരക്കണക്കിന് പേരാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായിട്ട് വയനാട്ടിൽ എത്തിച്ചേർന്നത്. കൽപ്പറ്റ SKMJ സ്കൂളിലെ മൈതാനത്താണ് അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ നേരത്തെ വന്നിറങ്ങിയത്. ഇപ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് കലക്ട്രേറ്റ് പരിസരത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ. അവിടെ നിന്ന് TJ